ഹായ് ഓൾ, കീം എക്സാമിന് ഇനി ഒരു 2 മാസം മാത്രം. കീം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കിൽ വേണ്ടിയിട്ടാണ്. ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒപ്പം മാത്തമാറ്റിക്സ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് കീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കെമിസ്ട്രിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതിൽ തന്നെ ഏതൊക്കെ പോർഷൻസിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, പുതിയ പാറ്റേൺ പ്രകാരം കെമിസ്ട്രിക്ക് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതൊരു രീതിയിൽ ആവറേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ചാപ്റ്ററിന് 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ മുന്നേ ഉള്ള കീമിൻ്റെ മൊത്തത്തിലുള്ളൊരു അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിലും ഒപ്പം ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും ഈക്വൽ വെയിറ്റേജ് കിട്ടുന്ന രീതിയിലായിരുന്നു എല്ലാ കൊല്ലവും ഏകദേശം പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഈ വരുന്ന കീമിൻ്റെ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ മുന്നിലെ വർഷങ്ങളെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് അത് കെമിക്കൽ ബോണ്ടിങ് ആണ്. പുതിയ പാറ്റേൺ വരുന്നതിന് മുന്നേ വരെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒറ്റ ചാപ്റ്ററിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്ത് നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ ഡൈപോൾ മൂവ്മെൻ്റ് ഉണ്ട്, ഒപ്പം തന്നെ ബോണ്ട് ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്ന കീമിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കെമിക്കൽ ബോണ്ടിൽ നിന്നും മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം കെമിക്കൽ ബോണ്ടിങ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുത്ത് കെമിക്കൽ ബോണ്ടിങ്ങിന് വേണ്ടി പഠിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട അടുത്ത ചാപ്റ്റർ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ എന്ന് പറയുന്നത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അത് മുന്നിലെ വർഷങ്ങളിലെ പ്രകാരം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇത്തവണത്തെ കീമിൽ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ വർഷം ഒരു 3ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. നിങ്ങൾ നോമൻക്ലേച്ചർ ആണെങ്കിലും ഒപ്പം തന്നെ ഐസോമറിസം ആണെങ്കിലൊക്കെ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് അത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. മുന്നത്തെ വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തെ കീമിന് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ജിയോസിയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ് ജിയോസി എന്ന് എല്ലാവർക്കും അറിയാം. സോ ജിയോസി നിങ്ങൾ നല്ല രീതിയിൽ സെറ്റാക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിലേക്ക് പോവുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസും ഒപ്പം തന്നെ ഹാലോ ആൽക്കേൻ ആൻഡ് ഹാലോ അറീനുമാണ്. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഓൾ ടുഗദർ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മെയിൻലി നമ്മളുടെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഇവരുടെ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷനിലും ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഹാലോ ആൽക്കെയിൻ ഹാലോ അറീൻ ആണെങ്കിൽ SN1 SN2 അതുപോലെ തന്നെ എലിമിനേഷൻ റിയാക്ഷനിലൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കുക, ഒപ്പം തന്നെ മെയിൻ കെമിക്കൽ റിയാക്ഷൻസും ഒന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ +1-ലാണെങ്കിലും +2-ലാണെങ്കിലും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ചാപ്റ്ററിൻ്റെ മാർക്ക് സിസ്റ്റം കാണാൻ സാധിക്കുന്നത്. +1-ലാണെങ്കിൽ നിങ്ങൾ ഇക്വിലിബ്രിയം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇക്വിലിബ്രിയത്തിൽ നിങ്ങൾ അയോണിക് ഇക്വിലിബ്രിയത്തിലെ സോളിബിലിറ്റി പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ KP റിലേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് +1-ലെ അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ലോ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒപ്പം തന്നെ ഗിബ്സ് ഫ്രീ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. +2-ലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് തന്നെ നിങ്ങൾ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒപ്പം തന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ തന്നെ നിങ്ങൾ എലവേഷൻ ബോയിലിംഗ് പോയിൻറ്റും ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിൻറ്റും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണുന്നതാണ്, ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഓർഡർ വൈസ്, അതായത് 0 ഓർഡർ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയാണ്. ഇലക്ട്രോ കെമിസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൈമറി സെക്കൻഡറി സെൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ നിങ്ങൾ ഫാരഡേസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ചാപ്റ്റേഴ്സിന് പുറമെ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളുടെ +1 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള
സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സ്ട്രക്ചർ ഓഫ് ആറ്റം മുതലായുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു 2ഓളം ക്വസ്റ്റ്യൻസ് ഈ തവണത്തെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത് നമ്മൾ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന 2 ടൈപ്പ് കൂട്ടിലായിരിക്കാം. ഒന്ന് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വരുന്ന റിപ്പീറ്റേഴ്സ് ആയിരിക്കാം. അല്ലാത്ത കേസിൽ നിങ്ങൾ ബോർഡ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് +2ൻ്റെ കൂടെ തന്നെ നിങ്ങൾ കീം സ്കോർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. സോ നിങ്ങൾ കെമിസ്ട്രിക്ക് ക്വസ്റ്റ്യൻസ് കുറവാണെന്നുള്ള രീതി വിചാരിച്ചുകൊണ്ട് കെമിസ്ട്രി സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എക്സാം സമയത്ത് ഏറ്റവും കുറഞ്ഞ എഫേർട്ട് ഇട്ടിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മൊത്തത്തിലൊരു അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം 1 or 2 കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് വളരെ ഈസി അല്ലെങ്കിൽ മീഡിയം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കെമിസ്ട്രിക്ക് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ആ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് കെമിസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന സിലബസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കെമിസ്ട്രി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കുറേ ഫോർമുലാസ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കീമിൻ്റെ കേസിൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നെയിംഡ് റിയാക്ഷൻസ് ഒരുപാട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് റിയാക്ഷൻ മെക്കാനിസം ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരുന്നില്ല കീമിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഓർഗാനിക് കെമിസ്ട്രി നമ്മളുടെ മെയിനായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എടുത്താൽ കീമിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മതി. അതായത് നെയിംഡ് റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്.